മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരമാണ് സൗഭാഗ്യ വെങ്കടേഷ്. അതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ സൗഭാഗ്യ ഒരു വെയിറ്റ് ലോസ് ഇഞ്ചക്ഷൻ എടുത്ത ആളാകെ മാറിയിരിക്കുകയാണ് എന്ന് പറയാം. സൗഭാഗ്യ പറയുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ താരം എന്നത്, അതും സ്വന്തം കഴിവുകൊണ്ട് എന്ന് എടുത്തു പറയണം. ഇപ്പോഴിതാ സൗഭാഗ്യ ആളാകെ മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. വെയിറ്റ് ലോസ് ഇഞ്ചക്ഷൻ ഇത്രയും മാത്രം ഇഫക്റ്റീവ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ പറയുന്ന ഒരു കാര്യം എന്നത് സൗഭാഗ്യയ്ക്ക് ഇത് ചേരുന്നുണ്ട് എന്നതാണ്. പലരും ഇത് ചെയ്യുമ്പോൾ സാധാരണ ഇത് ചേരാറില്ല, അവർക്കൊക്കെ ഇത് വൃത്തികേടായി മാറാറുണ്ട്. വെയിറ്റ് ലോസ് ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോഴേക്കും മുഖമാകെ വികൃതമായി പിന്നീട് തിരിച്ചറിയാൻ പറ്റാത്ത പോലും രീതിയിലേക്ക് പോകാറുണ്ട്. എന്നാൽ ഇപ്പോൾ അത്തരത്തിലല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സൗഭാഗ്യയ്ക്ക് നന്നായി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു വാർത്തയായി തന്നെ ഇപ്പോഴിത് മാറാനുള്ള കാരണവും സൗഭാഗ്യയോടുള്ള സ്നേഹം തന്നെയാണ്. സൗഭാഗ്യയുടെ മുഖമാകെ മെലിഞ്ഞിട്ടുണ്ട്, ആളെപ്പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റിയ താരമാണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അത്തരമൊരു മാറ്റമാണ് സൗഭാഗ്യയുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എല്ലാവരും ആ മാറ്റം ഉൾക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. എല്ലാവരും ആ മാറ്റത്തിനനുസരിച്ച് തന്നെ നിൽക്കുകയാണ് എന്നുകൂടി പറയാം. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്ത ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത്. ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ സൗഭാഗ്യയുടെ ഈ മാറ്റത്തെ എല്ലാവരും ഉൾക്കൊണ്ട് വരികയാണ്. സൗഭാഗ്യയ്ക്ക് ഇത് ചേരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. സൗഭാഗ്യയെ സംബന്ധിച്ച് ഇത്രയും നാളും അങ്ങനെ വളരെയധികം ആക്റ്റീവായി നിന്ന് പെട്ടെന്ന് വണ്ണം കുറഞ്ഞപ്പോൾ വല്ലാത്തൊരു മാറ്റം. അതുമാത്രമാണ്, തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചക്ഷൻ നിർത്തിക്കഴിഞ്ഞു, ആവശ്യത്തിന് വേണ്ട രീതിയിൽ മെലിഞ്ഞിട്ടുണ്ട്. ഇനി വർക്കൗട്ട് ചെയ്ത് ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതുമാത്രമാണ് ഇതിൻ്റെ വഴി. ഇത് അത്ര അപകടകരമായ ഒരു ഇഞ്ചക്ഷൻ അല്ല. ഇത് നമ്മുടെ ഇൻസുലിൻ കൂട്ടുന്ന ഒരു സംഭവമാണ്. അതുവഴി തന്നെ നമുക്ക് വിശപ്പ് കുറയുകയും അത് ഫാറ്റ് കൺവേർട്ട് ആവുകയും ചെയ്യും. അത്തരത്തിലൊരു ഇഞ്ചക്ഷനാണ്. അതിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ഇതിനു മുൻപും സൗഭാഗ്യം പറഞ്ഞിട്ടുള്ളത്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ആദ്യം എനിക്കും ഭയമുണ്ടായിരുന്നു ഇതെന്തൊക്കെ അപകടം വരുത്തുമെന്നുള്ളത്. എന്നാൽ കൃത്യമായ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു തീരുമാനം എടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയ ഭയമൊന്നുമില്ല. എല്ലാ കാര്യത്തെക്കുറിച്ചും ഞാനിപ്പോൾ വളരെയധികം വ്യക്തമായി അറിയുന്നുണ്ട്. പ്രേക്ഷകർ അറിയുന്ന പോലെ തന്നെയാണ് ഇതിനെക്കുറിച്ച് ഞാനും അറിയുന്നത്. ആദ്യമൊക്കെ എനിക്കും ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഉള്ള ഉത്കണ്ഠ എനിക്ക് മനസ്സിലാകും. പക്ഷെ ഭയക്കേണ്ട കാര്യമില്ല എന്നതാണ് എന്നെ സംബന്ധിച്ച് പറയേണ്ട കാര്യം. ആദ്യമൊക്കെ ഞാൻ വെയിറ്റ് കുറയാതിരുന്നത് കൊണ്ട് പലരും ചിന്തിച്ചു എൻ്റെ ബോഡിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്നാൽ എല്ലാം വളരെയധികം ഹെൽത്തി ആയിരുന്നു. എന്നാൽ വണ്ണം മാത്രം കുറയുന്നില്ലായിരുന്നു. ഓരോ രീതിയിലായി വണ്ണം കൂടിക്കൊണ്ടിരുന്നു. എത്രയൊക്കെ എക്സസൈസ് ചെയ്തു എന്ന് പറഞ്ഞാലും പറ്റില്ല. ദിവസേന ഡാൻസ് ക്ലാസ്സുകളുണ്ട്. എൻ്റെ മൃഗങ്ങളെല്ലാം ഞാൻ നോക്കുന്നുണ്ട്. എൻ്റെ ശരീരം നന്നായി അനങ്ങുന്നുണ്ട്. എന്നിട്ടും എൻ്റെ വണ്ണം കുറയുന്നില്ല. അപ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നറിയുന്നത്. എന്നാൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ടേ? അതാണ് ഞാൻ എടുത്തത്. വെയിറ്റ് ലോസ് ഇഞ്ചക്ഷൻ അതിൻ്റെ കൂടെ ഉള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. വെയിറ്റ് ലോസ് ഇഞ്ചക്ഷനേക്കാളും ഇതിനെ ഇങ്ങനെ വിളിക്കാനാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.